നിങ്ങൾ കൊടൈക്കനാലിലോട്ട് നടന്നു പോയിട്ടുണ്ടോ? അതായത് പണ്ട് സായിപ്പ്മാരൊക്കെ കൊടൈക്കനാലിൽ പോയി അതേ കാട്ടുപാതയിൽ കൂടെ നടന്നു പോയിട്ടുണ്ടോ? അതും 400 വർഷം പഴക്കമുള്ള വെള്ളഗവി എന്ന ഗ്രാമത്തിൽ താമസിച്ചിട്ട് അവിടുന്ന് നടന്ന് നടന്ന് കൊടൈക്കനാലിലേക്ക് പോയിട്ടുണ്ടോ? കഥ പറഞ്ഞു തരാം. തമിഴ്നാട്ടിലെ ഒഫീഷ്യൽ ട്രെക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രെക്ക് തമിഴ്നാട്ടിലെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിംഗ് ആയ ട്രെക്ക് റൂട്ടാണ് കുംഭകരെ വെള്ളഗവി കൊടൈക്കനാൽ ട്രെക്ക് റൂട്ട്. കൊടൈക്കനാൽ ഹിൽസിന് ചോട്ടുള്ള കുംഭകരെ വാട്ടർഫാൾസിന്റെ അവിടെ നിന്നാണ് ഈ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള സൈനിങ്ങും പേപ്പർ വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റിപ്പോർട്ടിംഗ് ടൈം ആയിട്ട് 8 മണിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 10 മണിയായിട്ടും ട്രക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കേരളത്തിലെ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ മഴ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ കുംഭകரை വാട്ടർഫാൾസിൽ തുള്ളി വെള്ളം പോലും ഇല്ല. പമ്പാർ നദിയിൽ നിന്ന് വരുന്ന വെള്ളം 2 തട്ടായിട്ടാണ് കുംഭകரை ഫാൾസിൽ വീഴുന്നത്. ഏകദേശം 87 മീറ്റർ ഉയരത്തിന് വീഴുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട് മഴക്കാലത്ത്. പക്ഷേ ഇപ്പം ആരുമില്ല, വെള്ളവുമില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് ട്രക്ക് ആരംഭിച്ചത്. ഒരു വലിയൊരു സംഘം കൂട്ടം ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. കാരണം സോഹോ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഏകദേശം ഒരു 10-30 പേരോളം ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവർ വരാൻ വെയിറ്റ് ചെയ്തത് കൊണ്ടാണ് ഞങ്ങളും നേരം വൈകിയത്. ഞാൻ തുടക്കത്തിൽ കരുതി ഗൈഡും കാര്യങ്ങളും ഉണ്ടാവും, നമുക്ക് പോകുന്ന വഴികളിൽ അവിടെയുള്ള മരങ്ങളും കിളികളെയും പക്ഷികളെയൊക്കെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ആൾക്കാരും അല്ലെങ്കിൽ ഗൈഡ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ആരും ഉണ്ടായില്ല. ഇനി ഗൈഡിനെ ഞാൻ മിസ്സായതാണെന്ന് എനിക്കറിയില്ല. കാരണം 1-2 പേരെ ഗൈഡായിട്ടുള്ളൂ. അവർ ഇത്രയും വലിയ ഗാങ്ങിന് അത് മതിയെന്ന് ചോദിച്ചാൽ മതിയാവില്ല. ഒരു ട്രെക്കിംഗ് നമ്മൾ പോകാന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഫ്ലോറയും ഫോണയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പുതിയ ജീവികളും അല്ലെങ്കിൽ ജീവജാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാനും ഡോക്യുമെന്റും ചെയ്യാനെല്ലാം വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഗൈഡും അത്യാവശ്യം അറിവുള്ള ഒരു ഗൈഡ് ഉണ്ടാവണം നിർബന്ധമാണ്. ഈ ട്രെക്കിംഗ് റൂട്ടിലെ വഴികളൊക്കെ വളരെ ക്ലിയർ ആണ്. വഴി തെറ്റാനുള്ള യാതൊരു സാഹചര്യമില്ല. കാരണം വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പാത്ത് വേ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഗൈഡ് ഇല്ലാത്ത കേട്ടോ. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ നമ്മളൊരു മുനീശ്വരൻ കോവിൽ കണ്ടു. അവിടെ നമ്മൾ റെസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് എടുത്തു. ഇനിയുള്ളത് കുത്തനെ കയറ്റാട്ടോ. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.